ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യുദ്ധവിജയത്തിൻ്റെ ലഹരിയിലായിരുന്നു പാളയം മുഴുവൻ. രാത്രിയെ കീഴടക്കിയ വർണ്ണവിളക്കുകളുടെ വെളിച്ചം കൂടാരത്തെ ഒരു പ്രകാശ ദീപമാക്കി മാറ്റി. തപ്പ് കൊട്ടി നൃത്തം ചെയ്യുന്ന സുന്ദരിമാർ, ആവേശത്തിരകൾ ഉണർത്തുന്ന ഗാനങ്ങൾ, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പാടുന്ന ഗായകർ, കൊള്ളമുതലും മദ്യവും പങ്കിടുന്ന പടയാളികൾ, യുദ്ധത്തിൻ്റെ വർണ്ണനകളും ഇടയ്ക്കിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ജയ്വിളികളും അട്ടഹാസങ്ങളും. അലക്സാണ്ടർ ചക്രവർത്തിയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മദ്യക്കുപ്പികളുടെ മുമ്പിലിരുന്ന് വിജയനൃത്തം ആസ്വദിക്കുകയായിരുന്നു. ലഹരി പിടിച്ച ചക്രവർത്തി തൻ്റെ വിജയങ്ങളെയും നേട്ടങ്ങളെയും എടുത്തു പറഞ്ഞ് സ്വയം പ്രശംസിക്കുവാൻ തുടങ്ങി. അലക്സാണ്ടറുടെ ആത്മപ്രശംസ അവസാനമില്ലാതെ നീണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അടുത്തിരുന്ന ഉറ്റ സ്നേഹിതൻ ക്ലീറ്റസ് അസ്വസ്ഥതയോടെ പറഞ്ഞു, യുദ്ധവിജയത്തിൻ്റെ പേരിൽ ഇത്രമാത്രമൊന്നും ചക്രവർത്തിക്ക് അവകാശപ്പെടാനില്ല. അത് കേട്ട് അലക്സാണ്ടർ ദേഷ്യത്തോടെ പറഞ്ഞു, ക്ലീറ്റസ്, നീ എൻ്റെ ഉറ്റ സുഹൃത്താണ്, പക്ഷേ എന്നോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. മത്ത് പിടിച്ചിരുന്ന ക്ലീറ്റസ് രാജാവിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഈ വിജയങ്ങളുടെ പേരിൽ രാജാവിന് ഒരു മേന്മയും അവകാശപ്പെടാനില്ല. അങ്ങയുടെ പിതാവ് ഫിലിപ്പ് രാജാവ് അങ്ങയെ നല്ല രീതിയിൽ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമല്ലേ അവിടത്തേക്ക് ഈ വിജയങ്ങളൊക്കെ നേടാനായത്. അതിനാൽ അങ്ങയുടെ നേട്ടങ്ങളെ പ്രതി പുകഴ്ത്തേണ്ടത് അങ്ങയുടെ പിതാവിനെ തന്നെയാണ്. ക്ലീറ്റസ് തന്നെ അവഹേളിക്കുകയാണെന്ന് അലക്സാണ്ടറിന് തോന്നി. കോപം കൊണ്ട് ജ്വലിച്ച അദ്ദേഹം സമീപത്ത് നിന്നിരുന്ന അംഗരക്ഷകൻ്റെ കയ്യിലെ കുന്തം പിടിച്ചു വാങ്ങി ക്ലീറ്റസിൻ്റെ നേരെ ഒരേറ്. കുന്തം അയാളുടെ നെഞ്ചിലൂടെ തുളച്ചു കയറി. ഒരാർത്തനാദത്തോടെ നിലത്ത് വീണ ക്ലീറ്റസ് പിടഞ്ഞ് മരിച്ചു. കൂടാരങ്ങളിലെ ആഹ്ലാദ ആരവങ്ങളും സംഗീതവും നിലച്ചു. എല്ലാവരും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിശ്ചേഷ്ടരായി. അലക്സാണ്ടർ ചക്രവർത്തിയും നിലത്ത് മരിച്ചു കിടക്കുന്ന സ്നേഹിതനെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ അല്പസമയം നിന്നു. ഒടുവിൽ നിലത്ത് മുട്ടുകുത്തി ക്ലീറ്റസിൻ്റെ കാലുകളിൽ പിടിച്ചുകൊണ്ട് ചക്രവർത്തി ഉച്ചത്തിൽ വിലപിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ സ്നേഹിതൻ ക്ലീറ്റസ്, എനിക്ക് മാപ്പ് തരൂ. ഞാൻ ലോകത്തെ മുഴുവൻ കീഴടക്കി, എന്നാൽ എൻ്റെ കോപത്തെ കീഴടക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥയും ഇതുതന്നെയല്ലേ? പലതും നേടി പലരെയും കീഴടക്കി, പക്ഷേ സ്വന്തം വികാരങ്ങളെ, പെരുമാറ്റങ്ങളെ, വാക്കുകളെ നിയന്ത്രിക്കുവാനും കീഴടക്കുവാനും കഴിയാത്ത അവസ്ഥ. മാതാപിതാക്കൾക്കും അധികാരികൾക്കോ ഭർത്താവിനോ കീഴ്പ്പെടുക പലർക്കും പ്രയാസമാണ്. മറ്റൊരാളുടെ കീഴിലായിരിക്കുക എന്നത് അനേകർ ഇഷ്ടപ്പെടുന്നേയില്ല. എല്ലാവരും എവിടെയും എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു വശത്ത് സ്വാതന്ത്ര്യമോഹികളായിരിക്കെ മറുവശത്ത് അടിമത്തം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷവും. ഉദാഹരണത്തിന് പുകവലിയും മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കൾക്കുള്ള അടിമത്തവും. പുകവലിക്കാതെ മദ്യപിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ വയ്യെങ്കിൽ അതിനർത്ഥം അയാൾ അവയുടെ അടിമയാണ് എന്നാണ്. രാവിലെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ എഴുന്നേൽക്കാൻ വയ്യാത്തവർ, ചില പ്രത്യേക കറികളുണ്ടെങ്കിലേ ചോറുണ്ണു എന്ന ശാഠ്യം പിടിക്കുന്നവർ, TV സീരിയലുകൾക്കായി പ്രാർത്ഥനാ സമയവും ഭക്ഷണ സമയവും മാറ്റിവെക്കുന്നവർ, ഇവരൊക്കെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ചിന്തകളുടെ ലോകം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാകും. പലപ്പോഴും നാം ആഗ്രഹിക്കാത്ത ചിന്തകൾ നമ്മെ വലിച്ചുകൊണ്ട് നടക്കുന്നു. ക്ഷമിക്കണം എന്നാഗ്രഹിച്ചാലും മറക്കണമെന്ന് കരുതിയാലും അതിന് സാധിക്കാത്ത വിധം വെറുപ്പും പ്രതികാരവും നിറഞ്ഞ ചിന്തകൾ നമ്മെ കീഴടക്കാറില്ലേ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ചിന്തകളും ഭാവനകളും ബലമായി നമ്മെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാറില്ലേ? നമ്മുടെ ചിന്താമണ്ഡലം സ്വതന്ത്രമല്ല, അത് മറ്റു പല ചിന്താരൂപികളുടെയും അടിമത്തത്തിലാണ് എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? സ്വതന്ത്രമല്ലാത്ത മനസ്സ് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കില്ല. ഹൃദയ സ്വാതന്ത്ര്യമില്ലാത്തവന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ പിൻചെല്ലാനും കഴിയില്ല. ആന്തരിക സ്വാതന്ത്ര്യം കിട്ടിയ വ്യക്തികൾക്ക് ബാഹ്യ സ്വാതന്ത്ര്യം ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അതുകൊണ്ടാണ് ഇന്നത്തെ കുറിവാക്യത്തിൽ നാം കേട്ടത്, തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരോട് യേശു പറയുന്നത്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി തൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യം അറിയുവാനും സത്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും വികാരങ്ങളെ നിയന്ത്രിക്കുവാനും ഇന്നത്തെ വചന കേൾവിയിലൂടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.